ഹു ആർ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നമ്മുടെ ഫിഷ് കറിയുടെ റെസിപ്പിയാണ്. ഒരു കുറുകിയ ചാറോട് കൂടെ നമുക്കൊരു ഫിഷ് കറി ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് മീൻ വെട്ടി ക്ലീനാക്കി എടുക്കണം. ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഉരിച്ചെടുക്കണം. അത് ഭയങ്കര പാട്, വലിയ മീനായതുകൊണ്ട്. അപ്പോൾ മീനിൻ്റെ തൊലിയെല്ലാം ഉരിച്ച് കളഞ്ഞ് വെട്ടിയെടുത്ത് അതിൻ്റെ മാംസം ഉടയാത്ത രീതിക്ക് നമുക്ക് വെട്ടിയെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇത് വെട്ടിയെടുക്കാം നമുക്കല്ലേ, കറി വെക്കാൻ വെട്ടി ക്ലീനാക്കി വെച്ച് ഇനി നമുക്ക് ഇവിടെ കറി ഉണ്ടാക്കാൻ പോകാം. ആദ്യം അതിനകത്തേക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഉലുവ ഇട്ടെടുക്കും. ഉലുവ പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റി അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് തക്കാളി, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് നമ്മൾ കുടംപുളി ഇട്ടിട്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ ആ എണ്ണ കിടന്ന് അതിൻ്റെ പുളിയൊക്കെ ഒന്ന് നല്ലപോലെ ഇറങ്ങി വരുന്ന കുടംപുളിയും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്ത് ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ മൺചട്ടി ഉണ്ട്, പൊടി കരിഞ്ഞ് പോകരുത്, തീ കുറച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മസാലപ്പൊടിയൊക്കെ നല്ലപോലെ മൂപ്പിച്ചെടുത്ത് അതിനകത്തേക്ക് നമ്മൾ വെള്ളം നല്ലതുപോലെ വെട്ടി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ. ഇനി അതിനകത്തേക്ക് നല്ലതുപോലെ ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി നമുക്കത് നല്ലപോലെ ഇളക്കിയെടുത്ത് അതിനകത്തേക്ക് ഉപ്പും ചേർത്ത് നമുക്ക് മീൻ കറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ വെട്ടി തിളപ്പിച്ചെടുക്കണം. ഈ കറി നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി അഭിപ്രായം പറയണേ. ഇനി ഈ വെള്ളം നല്ലതുപോലെ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ വെട്ടി തിളച്ച് വരട്ടെ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം വേണം. കറി ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇലയില്ലായിരുന്നു കേട്ടോ, കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ കുരുമുളകും ഉലുവാപ്പൊടിയൊക്കെ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ നമുക്ക് നമ്മൾ തല ഇട്ട് കൊടുക്കാം അല്ലേ. ഇനി നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കറി പറ്റിച്ചെടുക്കണം. മീൻ ഇട്ടതിന് ശേഷം ഇളക്കരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി തട്ടി കൊടുക്കണേ ഉള്ളൂ. ഇനി തീയിൽ കിടന്ന് കുറഞ്ഞ തീ കിടന്ന് നല്ലതുപോലെ മീൻ ഒന്ന് വറ്റി കുറുകി വരണം നമ്മുടെ കറിയൊക്കെ. കറിയൊക്കെ നല്ലതുപോലെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.